ഹായ് ഹലോ, ഇറ്റ്സ് നീഹിരണ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആയി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് എടുക്കണം. പിന്നെ ഞാൻ ഏട്ടൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്, അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് ഞങ്ങൾക്ക് കേരളോത്സവം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, വെറുതെ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അത് എന്ന് പറയുന്നത് ഈ ഒരു വ്ളോഗായിട്ടാണ് ഇത് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ്, എന്നാലും വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് അല്ല. അപ്പോൾ പുറത്തും ഫ്രണ്ട്സും നാട്ടുകാരും എല്ലാവരും ഉള്ളവരും കൂടിയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി വീഡിയോ കണ്ടിട്ട് വരാം. വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇങ്ങനെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ പോയി വീഡിയോ കണ്ടു. ഏട്ടൻ്റെ വീട്ടിലായതുകൊണ്ടും പിന്നെ എല്ലാവരും സ്വാമി ആയതുകൊണ്ടും ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. ഏട്ടന് ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് ലേറ്റ് ആയതാണ്, അല്ലെങ്കിൽ ഒരു 6 മണി ഒരു 6:30 ആകുമ്പോഴത്തേക്ക് എണീക്കാറുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ എണീക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 9 മണി 9:30ഒക്കെയാണ്. അങ്ങനെ രാവിലെ എണീറ്റ്, വീട്ടിലെല്ലാവരും സ്വാമി ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീറ്റ് കുളിക്കണമല്ലോ. അങ്ങനെ കുളിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. ഏട്ടൻ സ്വാമി ആയതുകൊണ്ട് തന്നെ ഏട്ടൻ താഴെ നിലത്താണ് കേട്ടോ കിടക്കാറുള്ളത്. ഏട്ടൻ കിടന്ന് വിരിയുമ്പോൾ ഇപ്പോൾ എടുത്ത് മേലേക്ക് ഇട്ടതാണ് ഈ കാണുന്ന അലങ്കോല പണികൾ. അപ്പം ഞാൻ എണീക്കുമ്പോഴേക്ക് 5 മണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. കാണുന്ന പുതപ്പും വിരിയൊക്കെ ഏട്ടൻ്റെതാണ് കേട്ടോ, അതൊന്ന് മാറ്റി അവിടെ വെച്ചതാണ്. പിന്നെ രാവിലെ തന്നെ എണീറ്റ് ഞാൻ വിചാരിച്ചു ആദ്യം മുറ്റമൊക്കെ അടിച്ചതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാകുമ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടുമല്ലോ. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് താഴേക്ക് പോവാണ്. ഞാൻ പോകാൻ നോക്കുമ്പോഴേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വാമി അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാൻ നേരെ പോയി മിറ്റടിക്കട്ടെ. മിറ്റടിക്കാൻ പോകുമ്പോഴേക്കും ഏട്ടൻ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വെറുതെ സ്വാമി ഇങ്ങനെ നുള്ളൊക്കെ ചെയ്യാമോ നിങ്ങൾ പറ. എന്നെ നുള്ളിയിട്ട് ഏട്ടൻ പിന്നെ ഏട്ടൻ്റെ വഴിക്ക് പോവാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുക, അതാണ് ഏട്ടൻ്റെ മെയിൻ ഹോബി സൺഡേ. ഇന്ന് പിന്നെ നമ്മുടെ നാട്ടിൽ കേരളോത്സവം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടേക്കുള്ള പോക്കാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ വേഗം വെള്ളം ചൂടാക്കി കുളിക്കാനുള്ള പരിപാടിയാണ്, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു എന്നാൽ അടിച്ചു വാരി തുടക്കലും കൂടെ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നും മെയിനായിട്ടില്ല. കാരണം ഇന്ന് ഫുഡൊക്കെ കേരളോത്സവത്തിൻ്റെ അവിടെ നിന്നാണല്ലോ, അങ്ങനെ അവിടത്തേക്ക് പോകണം. അങ്ങനെ അതിൻ്റെ ഒരുക്കപ്പാടിലാണ്. കുളിച്ച് കഴിയുമ്പോഴേക്ക് എന്നെ കൂട്ടാൻ വേണ്ടി എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെത്തി. അപ്പം ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് എത്തി. ഒരു 2 മിനിറ്റാണ് എൻ്റെ വീട്ടിലേക്കുള്ളെങ്കിലും നേരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. ഇങ്ങനെ കുളിച്ച് മാറ്റുമ്പോഴൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വരാൻ പോകുന്ന ഒരു അപകടത്തെ പറ്റി. അപ്പോൾ ഇതേച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അറിഞ്ഞു വന്ന പോലെ ഉണ്ട് എൻ്റെ ഒരു വീഴ്ച മുൻകൂട്ടി കണ്ടിട്ട്. അല്ല, പൊളിയായി ഒരുങ്ങിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ പോകുന്നത് മടപ്പള്ളി കോളേജിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും നല്ല അടിപൊളിയായി മാറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ നല്ല പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഓട്ട മത്സരത്തിന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാനല്ല ചിഞ്ചോട്ടൻ. അങ്ങനെ എല്ലാവരുടെ വീഡിയോസ് എനിക്ക് എടുക്കാനുള്ള മടി കൊണ്ട് തന്നെ മേഘയാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുത്തത്. ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടുന്ന് നിർബന്ധമായും പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ടും പിന്നെ എല്ലാവരുടെ പ്രോത്സാഹനം കൊണ്ടും എന്നാ പിന്നെ ഒന്ന് ഓടി നോക്കാമെന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ മെയിനായിട്ട് സ്ലീവ്ലെസ് കൈയുള്ള ഡ്രസ്സ് ആയതുകൊണ്ടും പിന്നെ ലോങ് ടോപ്പ് ആയതുകൊണ്ടും അയ്യൊരു പ്രശ്നം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങനെ വീഴോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓട്ടോ ഒക്കെ തുടങ്ങി കേട്ടോ. ഓടുന്ന സമയത്ത് എനിക്ക് മുന്നിലെത്താന്നുള്ള മാത്രമായിരുന്നു ലക്ഷ്യം. ഒന്നാമത്താളെ മുന്നിലേക്ക് ഞാൻ എത്തിയതും രണ്ടാമത്താളെ മുന്നിലേക്ക് എത്താനുള്ള ശ്രമത്തിനിടയിലും എനിക്ക് പിന്നെ അവിടെ വീണത് മാത്രമാണ് കേട്ടോ ഓർമ്മ ഉണ്ടായിരുന്നത്. ഒന്നാമത് എൻ്റെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്നതൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ബ്ലഡ് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട പരിപാടിയിലേക്കൊക്കെ കടന്നു കേട്ടാ. സ്ലീവ്ലെസ് ഇട്ടത് കൊണ്ട് തന്നെ കൈക്ക് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര വേദനയും കൂടിയായിരുന്നു കേട്ടോ. എല്ലാവരും എന്തോ വികൃത ജീവിനെ പോലെ അങ്ങനെ എല്ലാവരും കൂടെ നോക്കുന്നതും കൂടെ കണ്ടപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെ ആയിട്ടോ. പിന്നെ കട്ടക്ക് കൂടെ നിൽക്കാൻ അവിടെയുള്ള ഏട്ടന്മാരും ഫ്രണ്ട്സും എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏട്ടനാണെങ്കിൽ ഞാൻ വീണിട്ട് ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ. അടുത്ത് വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറ്റിയെന്നുള്ളത് ഏട്ടന് മനസ്സിലായത്. എൻ്റെ കുരുത്തംകെട്ട ബ്രദറുണ്ട്, ഓനാണെങ്കിൽ എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഫാമിലി ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്തതോടുകൂടി എൻ്റെ ഫോണിന് വിശ്രമില്ലാത്തൊരു കോളുകളായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വടകരയിലേക്ക് പോയി. അവിടെ ഏട്ടൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ, അതായത് എൻ്റെ കസിൻ. അപ്പോൾ ഓരോക്കെ കണ്ട് അവിടുന്ന് എനിക്ക് ഐസൊക്കെ വാങ്ങി തന്ന് പിന്നെ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെയും ഞങ്ങൾ
മടപ്പള്ളി കോളേജിലേക്ക് തന്നെ പോയിട്ടോ. അവിടെ എത്തിയിട്ട് ഞാൻ വിചാരിച്ചത് എന്നെ കണ്ടായിരിക്കും മനസ്സിലാവില്ല വീണത് കൊണ്ട് ഡ്രസ്സ് മാറ്റിയത് കൊണ്ട് എന്നാണ്. അപ്പൊ അറിയാത്ത ആൾക്കാർ വരെ ചോദിച്ചു രാവിലെ വീണ കുട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എന്റെ കിളി പോയിട്ടോ. പിന്നെ ഞാൻ വീഴാൻ കാരണം എന്താണെന്ന് വെച്ചാല് ലോങ് ടോപ്പ് ഇട്ടതുകൊണ്ട് തന്നെ എന്റെ ഓട്ടത്തിന്റെ ഈ ഒരു ശക്തിയിൽ ടോപ്പാണെങ്കിൽ കാലിന് രണ്ടും ഇടയിലേക്കും പോയിട്ട് ഞാൻ വീഴാട്ടോ ഉണ്ടായത്. അത് എങ്ങനെയാ വീണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു കാട്ടുപ്രദേശം പോലെ സ്ഥലത്ത് പോയിട്ട് എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. ഇതൊക്കെ എപ്പോഴെങ്കിലും ഉള്ളൊരു എക്സ്പീരിയൻസ് അല്ലേ, അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുക. ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ച് പിന്നീട് കാണുമ്പോൾ ഓർമ്മിക്കുക. അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഹോബി. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് പിന്നെ ഫുള്ള് വേദനയും കാര്യങ്ങളാണ് കേട്ടോ. സമയം കഴിയുന്തോറും കൈയിന്റെ വേദന ഒക്കെ കൂടിക്കൂടി വരികയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ നേട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് ഒക്കെ വെച്ച് റെഡി ആയിട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓട്ട മത്സരത്തിൽ ഓടിയിട്ടും വീണിട്ട് എന്തിനാ എനിക്ക് ഈ മെഡലും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നതെന്നല്ലേ. സത്യത്തിൽ ഇത് എനിക്ക് കിട്ടിയതല്ല കേട്ടോ. ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള താല്പര്യക്കുറവും കാലുവേദനയും കൊണ്ട് അവൾ അവിടെ ഇരുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് എനിക്ക് തന്നതാണ് കേട്ടോ. എന്തായാലും നീ വീണല്ലോ എന്നാ പിന്നെ നീ വാങ്ങി. സമയം കുറെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ലൈറ്റ് ഒക്കെ വെച്ചാണ് കേട്ടോ അവസാനത്തെ പരിപാടിയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാരും കൂടെ കിട്ടിയ വണ്ടിയൊക്കെ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. നാട്ടിലേക്ക് പോയി. നാട്ടിലെത്തി അവിടെ നിന്നാണെങ്കിൽ പിന്നെ പഴത്തീറ്റ മത്സരമാണ് കേട്ടോ. അവിടെ വന്നതും പോയതും ആർക്കുള്ള എല്ലാവർക്കും പഴമൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ പരിപാടി വൈൻഡപ്പ് ചെയ്തു കേട്ടോ. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കണ്ടല്ലോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവർ ടാറ്റാ.